എക്സാമിന് ഷുവർ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു ഗ്രാമർ ക്വസ്റ്റ്യനും കൊണ്ടാണ് മിസ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഹാഡ് ബെറ്റർ ആണ് കേട്ടോ. സിമ്പിൾ ആണ്, ഒരു കുട്ടി വീഡിയോ ആയിരിക്കും. അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. അതുപോലെ തന്നെ നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിലോട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്കും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ മക്കളെ, നമ്മുടെ ഓണം എക്സാമിന് കോൺവെർസേഷൻ കംപ്ലീഷൻ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ഇംഗ്ലീഷ് എക്സാമിന് വരാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ വരുന്ന ആ ഒരു കോൺവെർസേഷൻ കംപ്ലീഷനിൽ വരുന്ന ഒരു പാർട്ടാണ് ഹാഡ് ബെറ്റർ. ഓക്കെ, ഹാഡ് ബെറ്റർ എന്ന് വെച്ചാൽ ബേസിക്കലി എന്താണെന്ന് അറിയൂ, ഒരു സ്ട്രോങ് അഡ്വൈസ് അല്ലെങ്കിൽ ഒരു വാർണിംഗ് കൊടുക്കുന്നതിനെയാണ് ഹാഡ് ബെറ്റർ പറയുക. ഇപ്പം ഞാൻ പറയുകയാണ്, നിങ്ങളുടെ അടുത്ത് മര്യാദയ്ക്ക് പഠിച്ചോ, ഇല്ലെങ്കിൽ നിങ്ങൾ തോറ്റുപോകും അല്ലേ. അപ്പോൾ പഠിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു ബാഡ് ആയിട്ടുള്ളൊരു കോൺസിക്വൻസ് അപ്പുറത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് വാൺ ചെയ്യുന്നതാണ്. അപ്പോൾ അതെന്താണ്, ഹാഡ് ബെറ്റർ തന്നെയാണ് അവിടെ യൂസ് ചെയ്യുക. ഇതിൻ്റെ ബേസിക്കലി ഇതിൻ്റെ സ്ട്രക്ചർ വരുന്നത് ഇതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വയ്ക്കുക. ഇത്രയേ ഉള്ളൂ. സബ്ജക്റ്റ് കൊടുക്കുന്നു, അതായത് സബ്ജക്റ്റ് ആരാണെന്നുള്ളത്, ഹാഡ് ബെറ്റർ ചേർക്കുന്നു, ദെൻ വേർബ്. വേർബിൻ്റെ ബേസ് ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്, V1 ഫോം ആണ്. ഓക്കെ, V1 ഫോം ആണ്. ഇത്രയേ ഉള്ളൂ മക്കളെ. എക്സാമ്പിൾസ് നോക്കിക്കേ. യു ഹാഡ് ബെറ്റർ ടേക്ക് എൻ അംബ്രല്ല, ഇറ്റ് മൈറ്റ് റെയിൻ. ഓക്കെ, എന്താണ്, ഈ മര്യാദയ്ക്ക് അംബ്രല്ല എടുക്കുന്നതായിരുന്നു നല്ലത് അല്ലേ. അംബ്രല്ല എടുക്കുന്നതാണ് നല്ലത്, മര്യാദയ്ക്ക് അത് എടുക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ എന്താണ്, മഴ പെയ്യാം. ഓക്കെ, മഴ പെയ്യും. അപ്പോൾ ഹാഡ് ബെറ്റർ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചേർത്തു, ടേക്ക് ചേർത്തു. ടേക്ക് എന്ന് പറയുമ്പോൾ വേർബിൻ്റെ ബേസ് ഫോം ആണ്, V1 ആണ്. മനസ്സിലായോ? അടുത്തത് നോക്കിക്കേ. ഷീ ഹാഡ് ബെറ്റർ സ്റ്റഡി ഫോർ ദ ടെസ്റ്റ്. ഓക്കെ, ഷീ ഹാഡ് ബെറ്റർ സ്റ്റഡി ഫോർ ദ ടെസ്റ്റ്. അവൾക്ക് മര്യാദയ്ക്ക് ടെസ്റ്റിന് പഠിക്കുന്നതാണ് നല്ലത്, ഇല്ലെങ്കിൽ അവൾ തോറ്റുപോകും. ഓക്കെ, അപ്പോൾ ഇവിടെ സ്റ്റഡി എന്ന് പറയുന്നതാണ് വേർബ് വന്നിട്ടുള്ളത്, V1 ഫോം ആണ്. കണ്ടോ? അടുത്തത് വി ഹാഡ് ബെറ്റർ ലീവ് നൗ. ഓക്കെ, നമ്മൾ ഇത് ഇവിടെ നിന്നും ഇറങ്ങുന്നതാണ് നല്ലത്, ഇല്ലെങ്കിൽ എന്താണ്, ലേറ്റ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ലീവ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ വേർബ് വരുന്ന V1 ഫോം ആണ് ഇവിടെ വരുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ സിമ്പിൾ ആണ്, ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഹാഡ് ബെറ്റർ. കാരണം ഹാഡ് ബെറ്ററിൻ്റെ കൂടെ എപ്പോഴും വെർബിൻ്റെ എന്ത് ഫോമാണ് വരിക, V1 ഫോം തന്നെയാണ് വരിക കേട്ടോ. അപ്പോൾ അതിൽ ഡൗട്ട്സും കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട, ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാക്കി പോവുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അത് ഹോംവർക്ക് ആണ്. എൻ്റെ കുട്ടികളെല്ലാവരും നമ്മുടെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. വാൺ യുവർ ഫ്രണ്ട് അബൌട്ട് ഈറ്റിംഗ് ടു മച്ച് ജങ്ക് ഫുഡ്. കുറേ ജങ്ക് ഫുഡ് കഴിക്കുന്ന നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ ഒന്ന് വാൺ ചെയ്യുക. എന്ത് വെച്ചിട്ട്, ഹാഡ് ബെറ്റർ യൂസ് ചെയ്തിട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഹാഡ് ബെറ്റർ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇതൊന്ന് സെൻറ്റൻസ് ആക്കിയിട്ട് എഴുതാൻ പറ്റുക എന്നുള്ള കാര്യം എൻ്റെ കുട്ടികളെല്ലാവരും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം തന്നെ ചെയ്യുക. കാരണം നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി വീഡിയോസ് വരുന്നുണ്ട്, ലൈവ് ക്ലാസ്സുകളും മാരത്തോണുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും മിസ്സാക്കി കളയാണ്ടിരിക്കാൻ വേണ്ടി പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ ഈ ഒരു വർഷം അടിച്ചു പൊളിച്ച് നമ്മുടെ കൂടെ പഠിക്കണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക, നമ്മുടെ ബാച്ചിലോട്ട് അഡ്മിഷൻ എടുക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അറിയിക്കുക. അതിനൊപ്പം തന്നെ നെക്സ്റ്റ് ഏത് ടോപ്പിക്കാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ള കാര്യം കൂടെ മിസ്സിനെ അറിയിക്കാൻ വേണ്ടിയിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഇനിയും കാണാം. അതുവരെയ്ക്കും ബൈ ബൈ.